ശരി, എം.വി. ഗോപകുമാർ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്. നിങ്ങളുടെ ബൈജു കലാശാലയുടെ രാഷ്ട്രീയ പാരമ്പര്യം കോൺഗ്രസിലാണല്ലോ. നിങ്ങൾക്ക് വേറെ സ്ഥാനാർത്ഥികളെ കിട്ടിയില്ലേ? കോൺഗ്രസ് കഴിഞ്ഞ് LDF-ലും പോയി. അതും കൂടെ പാരമ്പര്യം കൂടെ അരുൺകുമാറെ സൂചിപ്പിക്കണം. പിന്നെ അയാൾ പറയട്ടെ, ഞാൻ മാറിയിക്കാം. ഇത് എല്ലാത്തിനകത്തും മറുപടി പറയണ്ടാവില്ല. BJP-യോട് ചോദിച്ചാൽ BJP-ക്ക് മറുപടി പറയാൻ അറിയാം. ആവശ്യമില്ലാത്ത ഡയലോഗ് ഒന്നും വേണ്ട. ഒരു നിമിഷം പറയട്ടെ, ഞാൻ പറയട്ടെ. അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. എന്റെ രീതിയിൽ നിങ്ങളെ പ്രവീൺ ഗോപൻ പറഞ്ഞോളൂ. ഇവിടെ അദ്ദേഹം ആദ്യം സൂചിപ്പിച്ച കാര്യം എന്താ? ബൈജു കലാശാല കോൺഗ്രസിന്റെ നേതാക്കന്മാര് പ്രകാശ് ജാവ്ദേക്കറിന്റെ നേതൃത്വത്തിൽ വീടുകളിൽ പോയി പണം കൊടുത്ത് സ്ഥാനാർത്ഥിയാക്കി. ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം ഞങ്ങൾ കരുതുന്നില്ല പണം കൊടുത്താ പോകുന്നവരാണെങ്കിൽ ഈ പണി നിർത്തി വേറെ പണിക്ക് പോരുത്. പണം കൊടുത്തിട്ട് പോകുന്നവരാണെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാം പണം വാങ്ങിക്കൊണ്ട് മറ്റു പാർട്ടിയിൽ പോവുകയാണെങ്കിൽ ഈ ഭാരതത്തിൽ എത്ര ആയിരക്കണക്കിന് കോൺഗ്രസിന്റെ നേതാക്കന്മാരും CPM-ന്റെ MLA-മാരും MP-മാരും ഇന്ന് BJP-യിലുണ്ട്. അവർ ഈ രാജ്യത്തിന്റെ പുരോഗതി ആഗ്രഹിക്കുന്നു. കേരളത്തിലെ ഏതെങ്കിലും ഒരു MLA-യുടെ പേര് പറയാമോ? കേരളത്തിലെ MLA ഒന്നും വന്നില്ല. കേരളത്തിൽ വരാൻ പോകല്ലേ. ഇതുവരെ ഭാരതത്തിലെ കാര്യം പറ. ഭാരതത്തിൽ ഇപ്പൊ ഇന്ന് BJP-യുടെ MP ആയിട്ടുള്ള ഞാൻ പറയാം, ഖഗേൽ മുർമു എന്ന് പറഞ്ഞ UP-യിലെ 19 വർഷം CPM-ന്റെ MLA ആയിരുന്നു. അവരിന്ന് BJP-യുടെ MP ആണ്. കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ എണ്ണം ഞാൻ പറയണോ? എത്രയോ പേർ 3 പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ CPM-ലെ BJP-യിൽ അഖിലേന്ത്യാ തലത്തിൽ വന്നിട്ടുണ്ട്. പ്രമുഖരായിട്ടുള്ള MP MLA ആ തലത്തിൽ വന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ നിരവധി പേർ BJP. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവർ ഈ രണ്ട് മുന്നണികളും ഇപ്പൊ ഒരേ തൂവൽ. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്തിനാ? ഇന്ത്യ മുന്നണിയുടെ കാര്യം നമ്മൾ ഇന്ത്യ തലത്തിലൊന്നും പറയണ്ട. ആലപ്പുഴ ജില്ലയിൽ ഇവർ പറയട്ടെ, പാണ്ടനാട്, തിരുവൻമുണ്ടൂർ, ചെന്നിത്തല, പിന്നെ കോടന്തൂരത്ത് ഈ പഞ്ചായത്തിൽ ഇവർ ഒന്നിച്ചാ ഭരിക്കുന്നത്. BJP-യെ മാറ്റി നിർത്താൻ സന്തോഷം. അവര് ഇവിടെ ഇപ്പൊ നിങ്ങൾ ചെങ്ങന്നൂരോട്ട് ചെന്നാൽ പ്രസംഗം കേട്ടാൽ ബഹുമാനായിട്ടുള്ള മന്ത്രി സജി ചെറിയാൻ പ്രസംഗിക്കുന്നത് എന്താ? കൊടിക്കുന്നിൽ സുരേഷ് നല്ല MP ആണ്, അദ്ദേഹം നല്ല പ്രവർത്തനം നടത്തി. കൊടിക്കുന്നിൽ സുരേഷ് എന്താ പ്രവർത്തിക്കുന്നത്? സജി ചെറിയാൻ നല്ല മന്ത്രിയാണ്. ഇവര് പരസ്പരം പുകഴ്ത്തുകയാണ്. ഇവര് ധാരണയിലാണ്. അപ്പൊ കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യം തിരിച്ചറിയാൻ പരസ്യമായി പറഞ്ഞു. പ്രവർത്തനത്തിൽ നടന്ന പരിപാടി. ഈ ബൈജു കലാശാലയും കൊണ്ട് ഈ വോട്ടർമാരെടുത്ത് ചെന്നാൽ ആ വോട്ടർമാർ ബൈജു കലാശാലയെ കൊണ്ട് ഇങ്ങനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയല്ലേ എന്ന് ചോദിക്കൂലേ? ഒരിക്കലും നമ്മൾ എന്താ ഈ ലോകത്ത് അങ്ങനെയാണെങ്കിൽ CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കന്മാർ ഏതെങ്കിലും പാർട്ടിയിൽ നിന്ന് വന്നവരാണ്. ഇവര് മതനിരപേക്ഷതയെ പറ്റിയൊക്കെ പറയുമ്പോൾ മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ച് മതനിരപേക്ഷത പറയുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പൊ ഇവരെ സംബന്ധിച്ച് അതൊക്കെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളാണ്. ബൈജു കലാശാല ഇവിടെ NDA-യുടെ സ്ഥാനാർത്ഥിയായി പ്രചരണം ആരംഭിച്ചു. ഇന്നലെ ഞങ്ങൾ പ്രചരണം ആരംഭിച്ചത് തകഴിയിലെ പിന്നെ ആത്മഹത്യ ചെയ്ത കർഷകൻ പ്രസാദിന്റെ കുടുംബത്തിൽ നിന്നാണ്. അന്ന് മുതൽ ഇപ്പൊ വരെ ഒരു മനുഷ്യനും ഒരു ചോദ്യവും ചോദിക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് ശക്തമായിട്ടുള്ള ജനകീയ പിന്തുണ, സാധാരണക്കാരനിടയിൽ ജീവിച്ച ഒരു വ്യക്തിത്വം. അദ്ദേഹം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തെ കാലുവാരിയാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. ഒരു പട്ടികാധിക്കാരനായിട്ടുള്ള നേതാവിനെ കാലുവാരിയതിന്റെ ഫലമായി അവര് പാർട്ടി വിട്ടു പോയതാണ്. അല്ലാതെ അവര് വേറൊരു പട്ടികാധിക്കാരനായ ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ട് വോട്ട് ചെയ്യാതെ ഞങ്ങൾ പറഞ്ഞ സ്ഥാനാർത്ഥി അല്ല എന്ന് പറഞ്ഞ് ആരുവാരേന്റെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന അവകാശവാദത്തിനൊന്നും യാതൊരു യാഥാർത്ഥ്യം. ബൈജു കലാശാലയെ ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു.